എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 112, 113, 114 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. സത്യഭാമയുടെയും ശ്രീകൃഷ്ണൻ്റെയും രതിക്രീഡകളുടെ ചില ഭാഗങ്ങൾ തന്നെയാണ് ഇനിയും വരണത്. നമുക്ക് ആദ്യം 112ാമത്തെ ശ്ലോകം നോക്കാം. അധരേ മധുരേ തസ്യാഹ പക്വബിംബഫലത്വിഷി നിപേതുർദൃഷ്ടയസ്തസ്യ സഖീനാമപി സന്നിധൗ. നമുക്കാദ്യം പദച്ഛേദം പറയാം. അധരേ മധുരേ തസ്യാഹ പക്വബിംബഫലത്വിഷി നിപേതു ദൃഷ്ടയ തസ്യ സഖീനാം അപി സന്നിധൗ. ആദ്യം പറഞ്ഞുവല്ലോ, കഴിഞ്ഞ ദിവസത്തെ ശ്ലോകത്തിൽ പറഞ്ഞുവല്ലോ, രണ്ടുപേരുടെയും ലജ്ജയൊക്കെ പോയി, പരസ്പരമുള്ള പരിചയക്കേടൊക്കെ മാറി എന്ന്. അപ്പോൾ അതിനനുസരിച്ച് ശ്രീകൃഷ്ണൻ്റെ ചില വ്യാപാരങ്ങൾ, അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. തസ്യാഹ പക്വബിംബഫലത്വിഷി മധുരേ അധരേ. തസ്യാഹ അവളുടെ, അതായത് സത്യഭാമയുടെ, മധുരേ അധരേ മധുരമായിട്ടുള്ള, മധുരം എന്നുള്ളതിന് സൗന്ദര്യാധിക്യം എന്നൊക്കെയാണ് അർത്ഥം. രുചിച്ചു നോക്കിയാൽ കിട്ടുന്നൊരു സ്വാദാണ് മധുരം. പക്ഷെ അത് ഇടയ്ക്ക് സൗന്ദര്യത്തിൻ്റെ ആധിക്യത്തെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളത്തിൽ ദുഷ്യന്തൻ്റെ വരവിനെ പറ്റി വർണ്ണിക്കുമ്പോൾ ദുഷ്യന്തൻ കണ്വാശ്രമത്തിൽ വന്നിട്ട് ആദ്യം ശകുന്തളയെ കാണുകയാണ്. അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ശകുന്തളയുടെയും സഖിമാരുടെയും ശബ്ദം കേട്ടതിന് ശേഷം ശകുന്തള ഈ പാത്രത്തിൽ അല്ലെങ്കിൽ കുടങ്ങളിൽ വെള്ളവുമായിട്ട് പ്രവേശിക്കുമ്പോൾ, ശകുന്തള മാത്രമല്ല 2 സഖിമാരുണ്ട്, അവരെ കണ്ടിട്ട് ദുഷ്യന്തൻ പറയണ ഒരു വാക്കുണ്ട്, മധുരമാസാം ദർശനം. അഹോ മധുരമാസാം ദർശനം എന്ന്. ഇവരുടെ കാഴ്ച, ഈ പെൺകുട്ടികളെ നോക്കിക്കൊണ്ട് നിൽക്കുക എന്നുള്ളത് മധുരമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണ്. മധുരമായിട്ടുള്ള അനുഭവം, മധുരമാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാതിരിക്കുക, ഏറ്റവും ആസ്വദിക്കുക. എങ്ങനെയാണോ മധുരം നാവിന് സുഖം നൽകുന്നത്, അതേപോലത്തെ സുഖം ഇവരുടെ ദർശനം കൊണ്ട് ദുഷ്യന്തനുണ്ടാവുന്നു എന്നർത്ഥം. അപ്പോൾ സൗന്ദര്യ ആധിക്യം കൊണ്ട് ഉണ്ടാകുന്ന ആസ്വാദനത്തിന് ചിലപ്പോൾ മധുരം എന്ന് പറയാറുണ്ട്. ആ അർത്ഥം തന്നെയാണ് ഇവിടെ പറയണത്. മധുരേ അധരേ, സത്യഭാമയുടെ ഏറ്റവും ആകർഷകമായിട്ടുള്ള അധരങ്ങൾ. പിന്നെ അതിൻ്റെ വിശേഷണം ഒന്നുകൂടി കൊടുക്കുകയാണ്. പക്വബിംബഫലത്വിഷി മധുരേ അധരേ. പക്വബിംബഫലം എന്ന് പറഞ്ഞാൽ മൂത്തു പഴുത്തതായിട്ടുള്ള ബിംബഫലം, തൊണ്ടിപ്പഴം. അതിന് നല്ല ചുവപ്പ് നിറമാണത്രേ. ആ ചുവപ്പ് നിറമുള്ളതായ വളരെ സുന്ദരമായിട്ടുള്ള അധരത്തിൽ, അതാണ് മധുരേ അധരേ. അധരത്തിൽ ശ്രീകൃഷ്ണൻ എന്താ ചെയ്യുന്നത്? സഖീനാമപി സന്നിധൗ. സഖിമാരെല്ലാവരും അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എങ്കിൽ പോലും ശ്രീകൃഷ്ണൻ യാതൊരു മോശവും നാണവും ഇല്ലാതെ എന്ത് ചെയ്തിരുന്നു? തസ്യ ദൃഷ്ടയ നിപേതു. ശ്രീകൃഷ്ണൻ്റെ ദൃഷ്ടികളെ അവിടെ കൊണ്ട് പതിപ്പിച്ചിരുന്നു. അതായത് ഒരു നാണവുമില്ലാതെ സത്യഭാമയോട് തനിക്കുള്ളതായ പ്രണയം അല്ലെങ്കിൽ രതിക്രീഡകൾക്കുള്ള മോഹം അത് കൃഷ്ണൻ തരം കിട്ടുമ്പോഴൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു പ്രകടനമായിരുന്നു ചുണ്ടുകളിലേക്കുള്ള നോട്ടം. അതാണ് അവിടെ ആരാ നിൽക്കണത്, സഖിമാരവിടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും വലിയ വിഷയമൊന്നും ആയിരുന്നില്ല. അതാണ് കവി പറഞ്ഞത്, സഖീനാമപി സന്നിധൗ. സഖിമാരൊക്കെ അടുത്ത പരിസരത്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അവരെയൊന്നും വകവയ്ക്കാതെ ഭഗവാൻ എന്തു ചെയ്തു? സത്യഭാമയുടെ സുന്ദരമായിട്ടുള്ള അധരങ്ങളിൽ ദൃഷ്ടി പായിച്ചു. വളരെ രസകരമായി, ആസ്വാദ്യകരമായി നോക്കിക്കൊണ്ടിരുന്നു. രതിക്രീഡകൾക്കുള്ള മോഹം അറിയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. അതിനു വേണ്ടിയിട്ട് ദേവിയുടെ, സത്യഭാമയുടെ ചുണ്ടുകളിലേക്ക് വളരെ മോഹത്തോടു കൂടി നോക്കിയിരുന്നു ഭഗവാൻ എന്നർത്ഥം. നമുക്ക് 113ാമത്തെ ശ്ലോകം നോക്കാം. നിശാസു വസനോച്ഛിന്നാം മധുജിന്മണിമേഖലാം പ്രിയാസഹായ ശയ്യായാഃ പ്രാതഃ പ്രാതഃ സമാദധേ. ഇതും രതിക്രീഡാവർണ്ണനം തന്നെയാണ്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. നിശാസു വസനോച്ഛിന്നാം മധുജിത് മണിമേഖലാം പ്രിയാസഹായ ശയ്യായാഃ പ്രാതഃ പ്രാതഃ സമാദധേ. ആ മധുജിത്ത്, മധു എന്ന് പറഞ്ഞ അസുരനെ ജയിച്ചവൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എന്താണ് ചെയ്തത്? നിശാസു രാത്രികളിൽ, വസനോച്ഛിന്നാം മണിമേഖലാം, വസന ഉച്ഛിന്നാം,
വസനം എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ്. വസ്ത്രം പിടിച്ചു വലിക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ വസ്ത്രം ഊരുന്നതിനോടൊപ്പം അഴിഞ്ഞ് താഴെ വീഴുന്നതായ, വസ്ത്രം ഊരുന്നതിനോടൊപ്പം നമ്മുടെ ആഭരണങ്ങളും ചിലപ്പോൾ ഊരി പോവാറുണ്ട്. മാലകളോ വളകളോ അരഞ്ഞാണുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഊരിപ്പോവും. അതുപോലെ ഇത് സത്യഭാമയുടെ അരഞ്ഞാണത്തിൻ്റെ കാര്യമാണോ പറയണത്, ഭഗവാന്റെ അരഞ്ഞാണത്തിൻ്റെ കാര്യമാണോ പറയണത് എന്നുള്ളത് അത്ര വ്യക്തമല്ല. എങ്കിലും അർത്ഥം നമുക്ക് പറഞ്ഞു നോക്കാം. വസനം മാറ്റുന്നതിനോടൊപ്പം തന്നെ ഊർന്നു വീഴുന്നതായ മണിമേഖലയെ, മണിമേഖല മുത്തും പവിഴവുമൊക്കെ വച്ചിട്ട് അലങ്കരിച്ച് നിർമ്മിച്ചിട്ടുള്ളതായ അരഞ്ഞാണം, ആ അരഞ്ഞാണത്തെ പ്രിയാസഹായ, പ്രിയയുടെ സഹായത്തോടു കൂടിയിട്ട് പ്രാതഃ പ്രാതഃ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വെളുപ്പാങ്കാലത്ത് രാവിലെ എന്താ ചെയ്തിരുന്നത്? പ്രിയയുടെ സഹായത്തോടു കൂടിയിട്ട്, പ്രിയാസഹായ ശയ്യായാഹ സമാദധേ, ശയ്യയിലേക്ക് എടുത്തു വച്ചിരുന്നു. വസ്ത്രത്തിനോടൊപ്പം ഊർന്ന് താഴെ വീണതായിട്ടുള്ള മണിമേഖലയെ, മിക്കവാറും അത് സ്ത്രീകളാണ് ഇടാറുള്ളത് എന്നുള്ളത് കൊണ്ട് സ്ത്രീകളുടെ വസ്ത്രാപഹരണം അല്ലെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രം മാറ്റുന്നതിനോടൊപ്പം അതിൻ്റെ കൂടെ താഴേക്ക് വീണു പോകുന്ന സത്യഭാമയുടെ അരഞ്ഞാണത്തിൻ്റെ കാര്യം, സത്യഭാമയുടെ വസ്ത്രം മാറ്റുന്നതിനോടൊപ്പം തന്നെ താഴേക്ക് ഉതിർന്നു വീഴുന്നതായിട്ടുള്ള അരഞ്ഞാണമായിരിക്കാം. അത് രാത്രിയുടെ ആ ഒരു സൗന്ദര്യത്തിൽ, രാത്രിയിൽ ഉണ്ടാകാറുള്ള രതിക്രീഡകളുടെ ആധിക്യ നിമിത്തം ഇതൊക്കെ എങ്ങോട്ടാണ് വീണത് എന്നുള്ളതൊന്നും കാണുന്നുണ്ടാവില്ല, അറിയുന്നുണ്ടാവില്ല. വെളുപ്പാങ്കാലത്താണ് ഇതൊക്കെ കാണുന്നത്. അത് കാണുമ്പോൾ തന്നെ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യും? പത്നിയോട് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നുണ്ട് മണിമേഖല, ഇങ്ങോട്ട് കയറ്റി വെച്ചോളൂ എന്നുള്ള രീതിയിൽ. അതാണ് പ്രാതഃ പ്രാതഃ ശയ്യായാഹ സമാദധേ, ശയ്യയിലേക്ക് തന്നെ എടുത്തു വച്ചിരുന്നു. അല്ലെങ്കിൽ ശയ്യയിൽ നിന്ന് താഴേക്ക് വീണതായിട്ടുള്ള മണിമേഖലകളെ എടുത്തു വച്ച് ഇങ്ങോട്ട് കട്ടിലിലേക്ക് തന്നെ കയറ്റി വയ്ക്കുകയും ആഭരണമായിട്ട് അണിയിക്കുകയോ സ്വയം അണിയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവാം. ഈ മണിമേഖല പുരുഷന്മാരങ്ങനെ ഇടാറില്ല തോന്നുന്നു. അരഞ്ഞാണമൊന്നും അവരങ്ങനെ ഇടാറില്ല. സ്ത്രീകൾക്കത് വലിയൊരു അലങ്കാരവുമാണ്. അപ്പോൾ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് ഇവിടെ പറയണ സത്യഭാമയുടെ അരഞ്ഞാണം ഊർന്നുപോയതിനെ പിന്നെയും കട്ടിലിലേക്ക് നിലത്ത് നിന്ന് എടുത്തു വയ്ക്കാറുണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ എന്നാണ് പറയണത്. നമുക്ക് 114 ശ്ലോകം കൂടി നോക്കാം. സാ തിരോഹിത പദ്മാഭ ശ്യാമാരുചിരതാരക സ്മിതചന്ദ്രികയാനൈഷീത് കൃഷ്ണാർണവമധീരതാം. നമുക്ക് ശ്ലോകത്തിൻ്റെ പദച്ഛേദം നോക്കാം. സാ തിരോഹിത പദ്മാഭ ശ്യാമ രുചിരതാരക സ്മിതചന്ദ്രികയാ അനൈഷീത് കൃഷ്ണാർണവം അധീരതാം. ഇവിടെ സത്യഭാമയെ നല്ല നിലാവുള്ള ഒരു രാത്രിയോട് ഉപമിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. തിരോഹിത പദ്മാഭ രുചിരതാരക സാ ശ്യാമ, അല്ലെങ്കിൽ ഇരുട്ടുള്ളൊരു രാത്രി എന്ന അർത്ഥവും എടുക്കാം. തിരോഹിത പദ്മാഭ, തിരോഹിതമായ മറഞ്ഞുപോയതായ, പദ്മം താമര, താമരയുടെ തേജസ്സോട് കൂടിയത്. അതായത് പകലല്ലേ താമര വിടർന്ന് നിൽക്കുക, രാത്രി താമര വിടരില്ല. അപ്പോൾ രാത്രിക്ക് താമരയുടെ സൗന്ദര്യമില്ല. വിടർന്നു നിൽക്കുന്ന താമരകളുടെ സൗന്ദര്യം നശിച്ചു പോയതായ, ഇല്ലാതെയായി പോയതായ രുചിരതാരക. പക്ഷെ മറ്റൊന്ന് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നിറയെ തിളങ്ങുന്നതായിട്ടുള്ള ആകാശത്തിലെ നക്ഷത്രങ്ങൾ, രുചിരമായ ശോഭിച്ചു കൊണ്ടിരിക്കുന്ന താരകങ്ങളോടുകൂടിയവളായ സാ ശ്യാമ, ആ കറുത്ത നിറമുള്ളതായ രാത്രി എന്ന് പറയാം. അതല്ലെങ്കിൽ ഇത് സത്യഭാമയുടെ വിശേഷണമാണല്ലോ. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാ പറയുക? അപ്പോൾ പറയാണ് തിരോഹിത പദ്മാഭ. പദ്മ എന്നുള്ളതിന് കമലാദേവി എന്നർത്ഥമുണ്ട്. ശ്രീഭഗവതി, ശ്രീഭഗവതിയുടെ ആ സൗന്ദര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നവൾ, അതിനേക്കാളും സുന്ദരിയാണ് സത്യഭാമ എന്ന് പറയാനാണ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. അതാണ് തിരോഹിത പദ്മാഭ. പദ്മയുടെ ശോഭയെ ഇല്ലായ്മ ചെയ്യുന്നവളും, അല്ലെങ്കിൽ ഒരു താമരയുടെ സൗന്ദര്യത്തിനെയൊക്കെ വെല്ലുവിളിക്കുന്നവൾ, ആ അർത്ഥത്തിൽ പറയാം. അല്ലെങ്കിൽ പദ്മ എന്നുള്ളത് കൊണ്ട് പദ്മം, പദ്മത്തിൻ്റെ ആഭ എന്ന് പറയാം, പദ്മയുടെ ആഭ എന്ന് പറയാം. പദ്മം എന്ന് പറഞ്ഞാൽ താമര, പദ്മ എന്ന് പറഞ്ഞാൽ കമലാദേവിയാണ് ശ്രീഭഗവതി, കമലത്തിലിരിക്കുന്നവൾ, അവളുടെ ശോഭയെ വെല്ലുവിളിക്കുന്നവൾ, അതിനേക്കാളും സൗന്ദര്യമുള്ളവൾ എന്നൊരർത്ഥം. അതല്ലെങ്കിൽ മറ്റൊരർത്ഥം പറയണത് താമരയുടെ സൗന്ദര്യത്തെയൊക്കെ വെല്ലുവിളിക്കുന്ന അത്രയ്ക്ക് സുന്ദരിയായിട്ടുള്ള സത്യഭാമ. ആ സത്യഭാമ രുചിരതാരക, രാത്രിയാണ് വർണ്ണിക്കണതെന്നുണ്ടെങ്കിൽ നിറയെ നക്ഷത്രങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുക.
ഇവിടെ സത്യഭാമയെ വർണ്ണിക്കുമ്പോഴോ തിളങ്ങുന്ന താരകങ്ങൾ, താരകം എന്ന് പറഞ്ഞാൽ കൃഷ്ണമണി എന്നർത്ഥമുണ്ട്, നന്നായി വെട്ടിത്തിളങ്ങുന്നതായ നല്ല തേജസ്സുള്ളതായ താരകങ്ങളോട് കൃഷ്ണമണിയോട് കൂടിയതും അങ്ങനെയുള്ളവളായ സാ ശ്യാമ സത്യഭാമ, ആ കറുത്ത വർണ്ണത്തോടു കൂടിയ സുന്ദരിയായിട്ടുള്ള സത്യഭാമ, സത്രാജിത്തിൻ്റെ മകളായിട്ടുള്ള സത്യഭാമ സ്മിതചന്ദ്രികയാ, തൻ്റെ സ്മിതമാകുന്ന ചന്ദ്രിക കൊണ്ട്, ചിരിയാകുന്ന നിലാവ് കൊണ്ട്, രൂപകാലങ്കാരവും ഉപമാലങ്കാരവും വരുന്നുണ്ട്. സ്മിതചന്ദ്രികയാ കൃഷ്ണാർണവം അധീരത മനൈഷീത്, കൃഷ്ണൻ എന്ന് പറഞ്ഞ സമുദ്രത്തിൻ്റെ ധൈര്യത്തെ ഇല്ലാതെയാക്കി. അതായത് സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ്റെ ആ പ്രഭാവം വന്നു, രാത്രിക്ക് കറുപ്പ് നിറമാണ് എങ്കിലും നിലാവ് വന്നതോടു കൂടിയിട്ട് നിലാവിനെ ആയുധമാക്കിയിട്ട് സമുദ്രത്തെ വെല്ലുവിളിക്കാൻ വേണ്ടി രാത്രി പുറപ്പെടുന്നത് പോലെയാണ് ഇവിടെ കവി സത്യഭാമയെയും ശ്രീകൃഷ്ണനെയും വർണ്ണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് താമരയുടെ ഭംഗിയില്ല, എന്നാൽ നക്ഷത്രങ്ങളുടെ ശോഭ മാത്രമുള്ളവളായിട്ടുള്ള ആ ഇരുണ്ട് കട്ടികൂടിയ രാത്രി തൻ്റെ ചിരിയാകുന്ന നിലാവ് കൊണ്ട്, നല്ല സുന്ദരമായിട്ടുള്ള പല്ലുകൾ, ആ പല്ലുകൾ കാണൂലോ ചിരിക്കുമ്പോൾ, അങ്ങനെയുള്ള ആ ചിരിയോട് കൂടിയിട്ട് എന്തു ചെയ്തു? കൃഷ്ണാർണവം, നീല നിറമുള്ള സമുദ്രത്തെ എന്നൊരർത്ഥം പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണനെ, സമുദ്രത്തിന് തുല്യമായിട്ടുള്ള അത്രയ്ക്ക് പ്രഭാവവും പ്രൗഢമായിട്ടുള്ള കഴിവുകളും ഒക്കെ ഉള്ളവനായ ആ ശ്രീകൃഷ്ണനെ എന്താക്കി ചെയ്തു? അധീരതാമനൈഷീത്, ധീരനല്ലാതെയാക്കി. അതായത് സത്യഭാമയുടെ സാമീപ്യമുണ്ടെങ്കിൽ തന്നെ ശ്രീകൃഷ്ണൻ്റെ ധൈര്യങ്ങളൊക്കെ ഇല്ലാതെയായി പോയി. ആ സത്യഭാമയുടെ ഒരു ദാസൻ എന്നുള്ള നിലയ്ക്ക് സത്യഭാമയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ള രീതിയിൽ സത്യഭാമയുമായിട്ട് ക്രീഡകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി എന്നാണ് പറയണത്. ഇവിടെ രണ്ട് തരത്തിൽ അർത്ഥം പറയുമ്പോഴും അന്വയിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല നിലാവുള്ളൊരു രാത്രി, ആ രാത്രി നിലാവുദിച്ച് പൊന്തിയതോട് കൂടിയിട്ട് കടലിൻ്റെ സകല ശക്തിയും നഷ്ടപ്പെട്ടു, കടലിങ്ങനെ നിലാവിൻ്റെ അടുത്തേക്ക് ഉയർന്നു പൊന്തി വന്നു എന്നൊരർത്ഥം. ഇനി അതുപോലെ തന്നെ സുന്ദരമായിട്ടുള്ള രാത്രിയെ പോലെയുള്ള ആ സത്യഭാമ ശ്രീകൃഷ്ണനെ തൻ്റെ ചേഷ്ടകളെ കൊണ്ട്, തൻ്റെ ശൃംഗാരഭാവങ്ങളെ കൊണ്ട്, ലജ്ജ കൊണ്ടൊക്കെ ആകർഷിച്ചു എന്നാണ് ഇവിടെ അർത്ഥം പറയേണ്ടത്. നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. അധരേ മധുരേ തസ്യാഃ പക്വബിംബഫലത്വിഷി നിവേദുർദൃഷ്ടയസ്തസ്യ സഖീനാമപി സന്നിധൗ നിശാസു വസനോച്ഛിന്നാം മധുജിന്മണിമേഖലാം പ്രിയാസഹായശയ്യായാഃ പ്രാതഃ പ്രാതഃ സമാദധേ സാ തിരോഹിതപദ്മാഭാ ശ്യാമാ രുചിരതാരകാ സ്മിതചന്ദ്രികയാ നൈഷീത് കൃഷ്ണാർണവമധീരതാം. ഈ ശ്ലോകങ്ങളിലൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ശൃംഗാര വർണ്ണനയാണ്. കുറച്ചുകൂടി ശ്ലോകങ്ങളിൽ അത് വരുന്നുണ്ട്. അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ നോക്കാം. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.